മാർച്ച് 25-ാം തീയതിയിലെ UPSC സിവിൽ സർവീസ് എക്സാമിൻ്റെ റിലവൻ്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്കുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. അതിൽ ആദ്യത്തേതെന്ന് വെച്ചാൽ ജുഡീഷ്യറിയുമായി ബന്ധപ്പെട്ട ഒരു വലിയ ഇഷ്യൂ നടന്ന കാര്യം നമ്മളറിയാം. ഡൽഹി ഹൈക്കോടതിയുടെ ജഡ്ജസിൻ്റെ വീട്ടിൽ നിന്ന് കോടിക്കണക്കിന് രൂപയുടെ നോട്ടുകൾ കിട്ടിയത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ജുഡീഷ്യറി നടത്തുന്ന എൻക്വയറി അതിൻ്റെ ഡീറ്റെയിൽസ് സുപ്രീം കോടതി പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. ഇത് ജുഡീഷ്യറിയുടെ സത്യസന്ധതയും ജുഡീഷ്യറിയുടെ ട്രാൻസ്പെറൻസിയാണ് കാണിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് വന്നിട്ടുള്ള എഡിറ്റോറിയലാണ്. അപ്പോൾ ഈ ഒരു എഡിറ്റോറിയൽ എന്താണ് ഓഥർ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത് നോക്കാം. അതായത് ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള സഞ്ജീവ് ഖന്ന, സുപ്രീം കോടതിയായിട്ടുള്ള ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള സഞ്ജീവ് ഖന്ന, അദ്ദേഹം ഒരു ഇൻ ഹൗസ് എൻക്വയറി ആണ്, ഒരു 3 അംഗ ജഡ്ജിന്റെ ഇൻ ഹൗസ് എൻക്വയറി ആണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. അതായത് ഈ ഒരു ജഡ്ജിനെതിരെ, അതായത് ജസ്റ്റിസ് യശ്വന്ത് വർമ്മ എന്ന് പറഞ്ഞ ഡൽഹി ഹൈക്കോടതി ജഡ്ജിന്റെ വീട്ടിൽ നിന്നും വലിയ പണക്കെട്ടുകൾ കണ്ടെത്തിയതുമായി ബന്ധപ്പെട്ട് ഒരു ഇൻ ഹൗസ് എൻക്വയറിക്ക് വേണ്ടിയിട്ട് സുപ്രീം കോടതി ഓർഡർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് വാർത്ത എന്നുള്ളത്. അപ്പോൾ ഓൾറെഡി ഒരു പ്രിലിമിനറി റിപ്പോർട്ട് ഡൽഹി ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസിന്റെ ഭാഗത്തു നിന്ന് ലഭ്യമാക്കിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ജസ്റ്റിസ് വോമയുടെ റിപ്പോർട്ടും റെസ്പോൺസും കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു സുപ്രീം കോടതി. അപ്പോൾ അദ്ദേഹത്തിന്റെ ജുഡീഷ്യൽ വർക്കുകൾ തൽക്കാലം സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തെ പാരന്റ് ഹൈക്കോടതിയിൽ, അദ്ദേഹം ആദ്യം ജോയിൻ ചെയ്ത ഹൈക്കോടതിയായിട്ടുള്ള അലഹാബാദ് ഹൈക്കോടതിയിലേക്ക് പോകാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഒരു ഇൻക്വയറി കണ്ടക്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അതിൽ ചീഫ് ജസ്റ്റിസ് ഓഫ് പഞ്ചാബ് ആൻഡ് ഹരിയാന ഹൈക്കോർട്ട് ഉണ്ടാവും, അതുപോലെ ഹിമാചൽ പ്രദേശ് ഹൈക്കോർട്ട് ഉണ്ടാവും, അതുപോലെ തന്നെ കർണാടക ഹൈക്കോർട്ട് എന്നുള്ള ഒരു ജഡ്ജും ഉണ്ടാവും. ഇവർ 3 അംഗ ഒരു എൻക്വയറി ആണ് നടത്തുക. ഈ ഒരു ജസ്റ്റിസ് വർമ്മ അദ്ദേഹം പറഞ്ഞത് ഈ ഒരു അലിഗേഷനെ എതിർക്കുകയാണ് ചെയ്തത്. അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന്റെ വീട്ടിൽ ഇത്തരത്തിലുള്ള പണം സൂക്ഷിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് എന്ന് കൂടി ഓർത്തുക. അപ്പോൾ സുപ്രീം കോടതി എന്നാൽ അതിന്റെ വീഡിയോസും ഫോട്ടോസും എൻക്വയറി ഡോക്യുമെന്റ്സ് എല്ലാം അവരുടെ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് സുപ്രീം കോടതിയുടെ ഒരു ട്രാൻസ്പെറൻസി ആണ് ഇത് കാണിക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്റേണൽ എൻക്വയറി എത്രമാത്രം ഇഫക്റ്റീവ് ആവും എന്നുള്ളതിനെ സംബന്ധിച്ച് സംശയങ്ങൾ ഓഥർ പ്രകടിപ്പിക്കുന്നുണ്ട് എങ്കിൽ പോലും കൃത്യമായിട്ട് ഈ ഒരു സുപ്രീം കോടതി ഇതുവരെ ചെയ്തതിൽ ഒരു ട്രാൻസ്പാരന്റ് ആയിട്ടുള്ള പ്രോസസ് ആണ് എന്നുള്ളത് എഡിറ്റോറിയൽ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കൃത്യമായിട്ടുള്ള പോലീസ് ഇൻവെസ്റ്റിഗേഷൻ നടത്തേണ്ടതായിട്ടുണ്ട് ഈ ഒരു ഫയറിന്റെ കാരണങ്ങളും മറ്റതിനൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. കൂടാതെ ജുഡീഷ്യറിയുടെ ഇൻഡിപെൻഡൻസിനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് വേണം വളരെ ട്രാൻസ്പാരന്റ് ആയിട്ടുള്ള രീതിയിൽ, അക്കൗണ്ടബിൾ ആയിട്ടുള്ള രീതിയിൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തേണ്ടതായിട്ടുള്ളത്. ഒരിക്കലും ജുഡീഷ്യറിയുടെ ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞുകൊണ്ട് പോലീസ് ഇൻവെസ്റ്റിഗേഷന് തടസ്സം ചെയ്യരുത് എന്നുള്ള ഒരു കാര്യം ഓഥർ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കോടതി FIR, നോ ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട് cannot be filed against judges without consulting Chief Justice of India എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതായത് ജഡ്ജസിനെതിരെ FIR ഫയൽ ചെയ്യുമ്പോൾ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയുടെ മുൻകൂർ അനുമതി വേണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നേരത്തെ വളരെ റെയർ ആയിട്ട് മാത്രമാണ് പോലീസ് ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നത്. ഈ ഒരു കേസിൽ പോലീസ് ഇൻവെസ്റ്റിഗേഷൻ ഉണ്ട്, അതിന് സുപ്രീം കോടതി ഒരിക്കലും തടസ്സം നിൽക്കരുത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇന്റേണൽ എൻക്വയറി മെക്കാനിസംസ് വളരെ നെസസറി ആണ്. അപ്പോൾ ഇന്റേണൽ എൻക്വയറി റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം തുടർ നടപടികൾ ഉണ്ടാവും എന്ന് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത് ഏതായാലും സുപ്രീം കോടതി ഇതുവരെ ചെയ്ത പ്രോസസ്സുകൾ അത് അക്കൗണ്ടബിലിറ്റി ഉറപ്പുവരുന്ന ട്രാൻസ്പാരന്റ് ആയിട്ടുള്ള പ്രോസസ്സുകൾ തന്നെയാണ്. ഇത് ജുഡീഷ്യറിയുടെ മേലെ പബ്ലിക് ട്രസ്റ്റിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, ജനങ്ങളുടെ വിശ്വാസത്തെ കീപ്പ് ചെയ്യാൻ സഹായിക്കും എന്നുകൂടി ഓർത്തു വെക്കേണ്ടതായിട്ട്. അടുത്തൊരു വാർത്ത, ഇന്ത്യ ചൈനയുമായിട്ട് കൂടുതൽ അടുക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇന്ത്യയും ചൈനയും തമ്മിൽ കൂടുതൽ അടുക്കുന്നത് ആക്ച്വലി നമ്മുടെ രാജ്യത്തിന് നല്ലതാണോ, എന്താണ് ഇതുമായി ബന്ധപ്പെട്ട കൺസേൺസ് ആണ് ഓഥർ ഇവിടെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതായിട്ടുള്ളത്. നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ത്യ ചൈനയുമായിട്ട് ഭയങ്കര അടുക്കാൻ വേണ്ടി പോവാണ്, വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള കോപ്പറേറ്റീവ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടി പോകാമെന്നുള്ളതാണ്. അപ്പോൾ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് മെച്ചപ്പെട്ട് വരികയാണ് എന്നുള്ളതും ഇത് ഗ്ലോബൽ സ്റ്റെബിലിറ്റിക്കും പ്രോസ്പെറിറ്റിക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുമൊക്കെ നമ്മുടെ പ്രധാനമന്ത്രി ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു കമന്റുകളിൽ തന്നെ ഇന്ത്യയുടെ ചൈനയിലേക്കുള്ള അപ്രോച്ച്, ആ ഒരു ഫോറിൻ പോളിസിയിലുള്ള ഒരു ചേഞ്ച് നമുക്ക് കാണാൻ വേണ്ടി വരും. പക്ഷേ ഇതൊരു ലോങ് ടേം പോളിസി ചേഞ്ച് ആണോ അല്ല താൽക്കാലികമായിട്ട് ഉള്ള ഒരു ചേഞ്ച് ആണോ എന്നുള്ളതിനെ സംബന്ധിച്ച് കൃത്യമായിട്ട് വ്യക്തതയില്ല എന്നാണ് ഓഥർ പറയുന്നതായിട്ടുള്ളത്. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള പ്രശ്നങ്ങൾ വളരെ രൂക്ഷമാവുന്നത് 2020 ഗാൽവാൻ ബോർഡർ ക്ലാഷുമായി ബന്ധപ്പെട്ടാണ്. അന്ന് 20ഓളം ഇന്ത്യൻ സോൾജിയേഴ്സ് ആണ് ആ ഒരു ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോളിൽ ലഡാക്കിൽ വെച്ച് കൊല്ലപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ചൈന ഇന്ത്യൻ അതിർത്തി മേഖലയിലേക്ക് കടന്നു വരികയും അത് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധത്തെ വളരെ മോശമായി മാറുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് ഓർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ബന്ധങ്ങൾ നഷ്ടപ്പെട്ടു, ഇല്ലാതാക്കി. ട്രേഡ് രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ളത് അതേ സമയത്തും കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു, പുതിയ റെക്കോർഡുകളിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു എന്ന് ഓർത്ത് വെക്കുക. കഴിഞ്ഞ ഒക്ടോബറിൽ ഇന്ത്യയും ചൈനയും ചർച്ച ചെയ്തുകൊണ്ട് ഈ ഒരു ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോളിൽ നിന്ന് മിലിറ്ററി ട്രൂപ്പുകളെ ഡിസെൻഗേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഈ ഒരു ഡിസ്പ്യൂട്ടഡ് സൈറ്റുകളുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ കണ്ടിന്യൂ ചെയ്യുന്നതിന് വേണ്ടി, നോർമലൈസിങ് സിറ്റുവേഷനിലേക്ക് മൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സ്റ്റെപ്പുകൾ എടുത്തിട്ടുണ്ടായിരുന്നു എന്നുകൂടി ഓർത്തിക്കണം. ഇതിന്റെ തുടർച്ചയായിട്ടാണ് ഇന്ത്യയും ചൈനയും ബാലൻസ് ചെയ്ത ഒരു കോപ്പറേഷൻ മൂഡിലേക്ക് മാറി, അതുപോലെ രണ്ട് രാജ്യങ്ങളെയും എക്കണോമിക് സ്ട്രെങ്ത്തിനെ മെച്ചപ്പെടുത്തുന്ന രീതിയിലേക്ക് മാറുന്നു എന്നുള്ള രീതിയിലേക്ക് പോകുന്നുണ്ടായിരുന്നത്. എന്നാൽ ഓർത്തു വെക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇന്ത്യ
ചൈനയുടെ മേലെയുള്ള യുഎസിന്റെ സ്റ്റാൻസിനെ ക്ലോസ്ലി ഒബ്സർവ് ചെയ്യുകയാണ്. കാരണം ഈ ഒരു ഡൊണാൾഡ് ട്രംപ് മിക്സഡ് ആയിട്ടുള്ള പോളിസീസ് ആണ് എടുക്കുന്നത്, ട്രേഡുമായി ബന്ധപ്പെട്ടും ഡിഫൻസുമായി ബന്ധപ്പെട്ട്. കാരണം ആന്റി ഡംപിംഗ് ഡ്യൂട്ടി അല്ലെങ്കിൽ റെസിപ്രോക്കൽ താരിഫുകൾ ചൈനീസ് പ്രൊഡക്റ്റുകളുടെ മേലെ യുഎസ് ചുമത്തിയിട്ടുണ്ടായിരുന്നു എന്ന് ഓർത്തു വെക്കുന്നത്. ചൈനയുടെ മേലെ അഡീഷണൽ താരിഫ് ചുമത്തി. അപ്പോൾ ഇത് അഗ്രസീവ് ആയിട്ടുള്ള, അതേസമയം ഡിഫൻസ് മാനേഴ്സിൽ ലെസ് അഗ്രസീവായി മാറുകയും ചെയ്യുകയാണ്. അപ്പോൾ ഇന്ത്യയുടെ സെക്യൂരിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള സ്ട്രാറ്റജിയെ കുറച്ചുകൂടി ചാലഞ്ച് ചെയ്യുന്നതാണ് ഈ ഒരു യുഎസിന്റെ ഡിഫൻസുമായി ബന്ധപ്പെട്ട ഇളവുകൾ എന്നുകൂടി ഓർത്തുവെക്കാൻ തന്നെ. അപ്പോൾ ഓൾറെഡി യുഎസുമായി ബന്ധപ്പെട്ട ഇന്റലിജൻസിലും മറ്റുമൊക്കെ ചൈനീസ് ത്രെട്ടുകളെ കുറിച്ച് മനസ്സിലാക്കാൻ ഇന്ത്യ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ യുഎസ് പോളിസി ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യക്ക് അതും ഒരു കൺസേൺ ആണ് എന്ന് കൂടി ഓർത്തുവെക്കുന്നതായിട്ട്. അതേപോലെ തന്നെ യുഎസ് ചൈനയ്ക്ക് സപ്പോർട്ട് പോവാണ്, അല്ലെങ്കിൽ ഇന്ത്യക്ക് കൃത്യമായിട്ടുള്ള സപ്പോർട്ട് നൽകുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ഗ്ലോബൽ പവർ ഡൈനാമിക്സിൽ തന്നെ വലിയൊരു മാറ്റത്തിന് കാരണമാകും എന്നുള്ള രീതിയിലേക്കാണ് പോകുന്നതായിട്ടുള്ളത്. അപ്പോൾ ഇത് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധത്തെ സ്റ്റെബിലൈസ് ചെയ്യേണ്ട ആവശ്യകതയാണ് ഹൈലൈറ്റ് ചെയ്യുന്നതെന്ന് കൂടി ഓർത്തുവെക്കുന്നതാണ്. അപ്പോൾ കുറച്ചുകൂടി കോൺസിലറേറ്ററി ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ് ചൈനയുമായിട്ട് വേണ്ടത്, പ്രത്യേകിച്ച് മിലിറ്ററി ഇൻവെസ്റ്റ്മെന്റുകളെ ജസ്റ്റിഫൈ ചെയ്യുന്ന രീതിയിൽ. പക്ഷെ റിസ്കി ആയിട്ടുള്ള രീതിയിലാണ് ഇന്ത്യ മുന്നോട്ട് പോകുന്നതെന്നാണ് ഓദർ ഹൈലൈറ്റ് ചെയ്യുന്നതായിട്ടുള്ളത്. ഇന്ത്യയുടെ ഡിഫൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡിഫൻസ് സ്പെൻഡിംഗ് എന്ന് വെച്ചാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഡിക്ലൈൻ ചെയ്യുകയാണ്. ഈവൻ ലഡാക്ക് ക്രൈസിസ് ഉണ്ടായിട്ട് പോലും ഇന്ത്യയുടെ ഡിഫൻസ് സ്പെൻഡിംഗ് കുറഞ്ഞു വരികയാണ്. മിലിറ്ററി പ്രിപ്പയർനെസ് ഇംപ്രൂവ് ചെയ്യേണ്ടതായിട്ട്, കാരണം ചൈന അടുത്ത സുഹൃത്തുക്കളെ പോലെ പെരുമാറും, പെട്ടെന്ന് ഒരു ദിവസം അറ്റാക്ക് ചെയ്യും എന്ന് കൂടി ഓർത്തു വെക്കേണ്ടതായിട്ടാണ്. അപ്പോൾ ഇന്ത്യയുടെ മിലിറ്ററി മോഡേണൈസ് ചെയ്യുക വളരെ ക്രിട്ടിക്കലാണ്. ഡിഫൻസ് ക്യാപ്പബിലിറ്റീസ് മെച്ചപ്പെടുത്തുക വളരെ അത്യാവശ്യമാണ്. കാരണം നമ്മുടെ അയൽരാജ്യങ്ങളുമായിട്ടൊക്കെ നമ്മൾ സുഹൃത്ത് ബന്ധം സ്ഥാപിക്കാൻ വേണ്ടി പോകണം. അതുകൊണ്ട് നമുക്ക് മിലിറ്ററി വേണ്ട, ഡിഫൻസ് സ്പെൻഡിങ് വേണ്ട എന്നുള്ള രീതിയിലേക്ക് പോകരുത്. നമ്മൾ വെൽ എക്യുപ്ഡ് ആയിട്ട് നിൽക്കണം. കാരണം ഏത് സമയത്തും നമ്മുടെ രാജ്യം വൾണറബിൾ ആയിട്ട് മാറാം എന്നുള്ളതാണ്. അപ്പോൾ ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോളും അതുപോലെ ലഡാക്കും വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഏരിയാസ് ആണ്. മിലിറ്ററി ടെൻഷൻസ് ഏത് നിമിഷവും ഡെവലപ്പ് ചെയ്യാവുന്ന, അതിനു വേണ്ടിയിട്ട് പ്രിപ്പയർഡ് ആയിട്ട് നിൽക്കേണ്ടതായി നമ്മുടെ രാജ്യത്തിന്റെ ആവശ്യമാണ് എന്ന് കൊടുക്കുന്നത്. അതേപോലെ തന്നെ യുഎസുമായിട്ടും ജപ്പാനുമായിട്ടും ഓസ്ട്രേലിയയുമായിട്ടും ക്വാഡ് കൺട്രീസുമായിട്ടൊക്കെയുള്ള മിലിറ്ററി കോപ്പറേഷൻ കീപ്പ് ചെയ്തു പോവുക. ചൈനയുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെട്ടു എന്നതുകൊണ്ട് നമ്മൾ ഇനി മറ്റു രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധത്തെ വീക്കൻ ചെയ്യുക. കാരണം ചൈനയെ കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ത്യ ക്വാഡ് ഗ്രൂപ്പിങ്ങിനൊക്കെ ഭാഗമായിട്ടുള്ളത്. പക്ഷെ ചൈനയുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു ക്വാഡ് ഗ്രൂപ്പിംഗിൽ നിന്നും പുറത്തേക്ക് പോകരുത്, ആ ഒരു ബന്ധങ്ങളും കീപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ടെന്നും ഓദർ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. അടുത്തൊരു വാർത്ത എന്ന് വെച്ചാൽ UNEPയുടെ ഫുഡ് വേസ്റ്റേജ് ഇൻഡെക്സ് റിപ്പോർട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു, 2022 പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫുഡ് വേസ്റ്റേജുമായി ബന്ധപ്പെട്ടുള്ള ഒരു ആർട്ടിക്കിളാണ് കാണാൻ വേണ്ടി പറ്റുക. എന്താണ് ഫുഡ് വേസ്റ്റേജ് ഇൻഡെക്സ്, എന്താണ് അതിൻ്റെ ഡീറ്റെയിൽസ്, എന്താണ് പ്രധാനപ്പെട്ട കൺസേൺസ് എന്ന് നമുക്ക് നോക്കാം. UNEP യുണൈറ്റഡ് നാഷൻസ് എൻവയോൺമെന്റൽ പ്രോഗ്രാമിന്റെ ഫുഡ് വേസ്റ്റേജ് ഇൻഡെക്സ് റിപ്പോർട്ട് 2024 പബ്ലിഷ് ചെയ്യുന്നത് ഓർത്തു വെക്കുക. UNEP ആണ് ഫുഡ് പബ്ലിഷ് ചെയ്യുന്നത് എന്നുള്ളത് പ്രത്യേകം ഓർത്തു വെക്കേണ്ടതായിട്ട്. അപ്പോൾ ഇത് കണക്കാക്കുന്നത് വെച്ചാൽ 2022 ലോകത്ത് 1.05 ബില്യൺ ടൺ ഫുഡാണ് വേസ്റ്റ് ആക്കിയുള്ളത്. അതായത് മൊത്തം ആൾക്കാർ കൺസ്യൂം ചെയ്യുന്നതിന്റെ 20% ഫുഡ് വേസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് കൂടി ഓർത്ത് വെക്കുക. ഈ വേസ്റ്റ് ചെയ്തതിൽ വൺ ഓഫ് ദ ടോപ്പ് കൺട്രി നമ്മുടെ രാജ്യമായിട്ടുള്ള ഇന്ത്യയാണെന്ന് ഓർത്ത് വെക്കുക. ഇന്ത്യയിൽ വലിയ പട്ടിണിയുണ്ട്, പരിവട്ടമുണ്ട്, ദാരിദ്ര്യമുണ്ട് എന്നൊക്കെ പറയുമെങ്കിലും ഏകദേശം 20 കോടിയോളം ആൾക്കാർക്ക് കഴിക്കേണ്ട ഭക്ഷണമാണ് ഇന്ത്യയിൽ വേസ്റ്റ് ആയിട്ടുള്ളതെന്ന് കൂടി ഓർത്ത് വെക്കാം. ഈ ഒരു വേസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരുപാട് സോഷ്യൽ ആയിട്ടുള്ള ഇമ്പാക്റ്റുകൾ, എൻവയോൺമെന്റൽ ആയിട്ടുള്ള ഇമ്പാക്റ്റുകൾ, എക്കണോമിക് ആയിട്ടുള്ള കോൺസിക്വൻസ് ലോകത്തും രാജ്യങ്ങളിലും ഉണ്ടാക്കുന്നുണ്ട് എന്ന് ഓർത്തുക. കാരണം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിസോഴ്സ് ആണ് ലോസ് ആയി പോകുന്നത്. അപ്പോൾ എന്താണ് ഇവിടെ ഫുഡ് വേസ്റ്റേജ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതായിട്ടുള്ളത്? അപ്പോൾ നമ്മൾ കഴിക്കാൻ പറ്റുന്ന ഭക്ഷണങ്ങൾ വേസ്റ്റ് ചെയ്യുന്നതാണ്. അത് കൺസ്യൂമേഴ്സ് ആയിക്കോട്ടെ, റീറ്റെയിലേഴ്സ് ആയിക്കോട്ടെ, റെസ്റ്റോറൻറ്റ് ആയിക്കോട്ടെ, അതായത് എഡിബിൾ ആയിട്ടുള്ള ഭാഗം ആയിക്കോട്ടെ, ഇന്നെഡിബിൾ പാർട്ട് ആയിക്കോട്ടെ, വേസ്റ്റ് ഉണ്ടാവുന്നതിനെയാണ് ഫുഡ് വേസ്റ്റേജ് എന്ന് വിളിക്കുന്നതായിട്ടുള്ളത്. അപ്പോൾ ഫുഡ് ലോസ് എന്ന് പറയുന്നത് ചിലപ്പോൾ നമ്മളിപ്പോൾ തക്കാളി പ്രൊഡ്യൂസ് ചെയ്തു, അതിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത് മോശമായി പോയി, അതൊക്കെ ഫുഡ് വേസ്റ്റ് ആയിട്ട് കിടക്കും. അപ്പോൾ കൃത്യമായിട്ടുള്ള സ്റ്റോറേജ് ഫെസിലിറ്റി ഇല്ലാത്തത്, ട്രാൻസ്പോർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ്, അല്ലെങ്കിൽ അതിനെ ഹാൻഡിൽ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഇഷ്യൂസ്, ഇതെല്ലാം ഫുഡ് വേസ്റ്റേജിന് കാരണമാകാം എന്ന് കൂടി ഓർത്തുവെക്കുന്നതാണ്. ഇന്ത്യയിൽ പ്രധാനമായിട്ടും ഫുഡ് വേസ്റ്റേജ് ഉണ്ടാകുന്നത് ആവശ്യമില്ലെങ്കിലും നമ്മൾ സാധനങ്ങൾ പർച്ചേസ് ചെയ്യും, ഓവർ പർച്ചേസിങ് ആണ്. അതുപോലെ തന്നെ പുവർ മീൽ പ്ലാനിങ്, നമ്മൾ കുറേ സാധനങ്ങൾ പർച്ചേസ് ചെയ്ത് വെക്കും, എന്നിട്ട് നമ്മൾ അതൊന്നും ഭക്ഷണത്തിന് വേണ്ടി ഉപയോഗിക്കില്ല, കുറച്ച് സാധനങ്ങൾ ഉപയോഗിക്കും, ബാക്കിയുള്ളത് കാലപ്പഴക്കം കൊണ്ട് നശിച്ചു പോകും. കൃത്യമായിട്ടുള്ള സ്റ്റോറേജ് ഫെസിലിറ്റി ഇല്ലാത്തത്, അതുപോലെ തന്നെ നമ്മുടെ കൾച്ചറൽ ഹാബിറ്റുകൾ, പ്രത്യേകിച്ചും സെലിബ്രേഷനും ഒക്കെ നമ്മൾ അധിക ഫുഡ് ഉണ്ടാക്കിയിട്ട് വെറുതെ കളയുന്ന സ്വഭാവമൊക്കെ ഉണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കൾച്ചറൽ ആയിട്ടുള്ള ഹാബിറ്റുകളും മറ്റുമൊക്കെയാണ് ഇന്ത്യയിൽ ഫുഡ് വേസ്റ്റേജ് വർദ്ധിക്കാൻ കാരണം എന്ന് കൂടി ഓർത്തുവെക്കുന്നതാണ്. അപ്പോൾ എന്നാൽ പെർ ക്യാപിറ്റ വേസ്റ്റേജ് നോക്കുമ്പോൾ ഒരു വ്യക്തി ടോട്ടൽ പോപ്പുലേഷൻ വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ പെർ ക്യാപിറ്റ വേസ്റ്റേജ് നോക്കുമ്പോൾ US പോലുള്ള രാജ്യങ്ങളെ കമ്പയർ ചെയ്യുമ്പോൾ ഇന്ത്യയുടെ കുറവാണെന്ന് ഓർത്തുക. പക്ഷേ ഇന്ത്യയിൽ ഒരുപാട് പോപ്പുലേഷൻ ഉണ്ട് എന്നുള്ളതുകൊണ്ട് ഇന്ത്യക്ക് ലാർജ് മാസീവ് ഫുഡ് വേസ്റ്റേജ് ഉണ്ടാക്കാം എന്നുള്ളതിനെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലല്ല ഈ ഒരു ആർഗ്യുമെന്റ് എന്നുള്ളത് കൂടി ഓർത്തു വയ്ക്കേണ്ടതായിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിന്റെ എൻവയോൺമെന്റൽ ഇമ്പാക്ട് നോക്കി കഴിഞ്ഞാൽ
ഫുഡ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ വളരെ റിസോഴ്സ് ഇൻറ്റൻസീവ് ആണ് അല്ലേ? വെള്ളം വേണം, ഭൂമി വേണം, അതുപോലെ ഫെർട്ടിലൈസേഴ്സ് വേണം, എല്ലാം. ഇതെല്ലാം കൊടുത്തിട്ടാണ് നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്നത്. എന്നിട്ട് ഈ ഫുഡാണ് വേസ്റ്റ് ആയി പോകുന്നത് എന്നുള്ളത് ഓർത്ത് വെക്കേണ്ടതാണ്. അപ്പോൾ ഇന്ത്യയിൽ ഫുഡ് വേസ്റ്റേജ് എന്ന് പറഞ്ഞാൽ മുനിസിപ്പൽ വേസ്റ്റിന്റെ 10 മുതൽ 12% വരെ ഫുഡ് വേസ്റ്റ് ആണ്. അപ്പോൾ ഇതിൽ നിന്നും മീഥേൻ പോലുള്ള ഗ്യാസസ് പുറത്തേക്ക് വരുന്നുണ്ട് എന്ന് ഓർത്ത് വെക്കുക. ഇതൊരു ഗ്രീൻ ഹൗസ് ഗ്യാസ് ആണ് മീഥേൻ എന്ന് പറയുന്നത്. ഇത് ഗ്ലോബൽ വാർമിംഗ് പോലുള്ള പ്രതിഭാസത്തെ ഇന്റൻസിഫൈ ചെയ്യും എന്ന് കൂടി ഓർത്ത് വെക്കേണ്ടതാണ്. അതേസമയത്ത് ഗ്ലോബലി തന്നെ നോക്കിക്കഴിഞ്ഞാൽ ആനുവൽ ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷന്റെ, ഹരിതഗൃഹവാതകങ്ങളുടെ എമിഷന്റെ 8 മുതൽ 10% പ്രധാനമായിട്ടും മീഥേൻ എമിഷൻ വരുന്നത് ഈ ഒരു ഫുഡ് വേസ്റ്റേജിൽ നിന്നാണ് എന്ന് കൂടി ഓർത്തു വെക്കേണ്ടതാണ്. അതേപോലെ തന്നെ സോഷ്യൽ ഇൻജസ്റ്റിസും ഹങ്കർ നോക്കണം. കാരണം ലോകത്ത് ഒരുപാട് ആൾക്കാർ പട്ടിണി കിടക്കുമ്പോഴാണ്, ഫുഡ് ഇൻസെക്യൂരിറ്റി ഉള്ളപ്പോഴാണ് ഒരു ഭാഗത്ത് ഒരുപാട് ഫുഡ് വേസ്റ്റ് ആയി പോകുന്നത് ഓർത്ത് വെക്കുക. അപ്പോൾ കൃത്യമായിട്ടുള്ള സപ്ലൈ ചെയിൻ ഇല്ലാത്തതും കൃത്യമായിട്ട് ഫുഡ് റിസോഴ്സസിനെ മാനേജ് ചെയ്യാൻ പറ്റാത്തതുമാണ് ഈ ഒരു ഇഷ്യൂസിന് കാരണമായിട്ടുള്ളത്. അപ്പോൾ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസിൽ സീറോ ഹങ്കർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ 2 ആണ്. അതുപോലെ തന്നെ റെഡ്യൂസ് വേസ്റ്റ് അറ്റ് കൺസ്യൂമർ ലെവൽ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് 12.3 ആണ്. ഇതൊക്കെ അച്ചീവ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഈ ഒരു ഫുഡ് വേസ്റ്റേജ് കുറയ്ക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് ഓതർ ഹൈലൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ ക്ലൈമറ്റ് ചേഞ്ചും ഫുഡ് ഇൻസെക്യൂരിറ്റിയെ വർദ്ധിപ്പിക്കുന്നില്ല. കാരണം റൈസിംഗ് ടെമ്പറേച്ചേഴ്സ്, ഇറാറ്റിക് ആയിട്ടുള്ള മൺസൂൺസ്, എക്സ്ട്രീം ആയിട്ടുള്ള വെതർ ഇവന്റ്സ്, ഇതൊക്കെ ഫുഡ് പ്രൊഡക്ഷനെ ബാധിക്കുന്നുണ്ട്. അതും ഫുഡ് ഇൻസെക്യൂരിറ്റിക്ക് കാരണമാകുന്നുണ്ടെന്ന് ഓർത്ത്. അപ്പോൾ ഇവിടെ ഓർത്ത് വെക്കേണ്ട ഫുഡ് വേസ്റ്റ് പരമാവധി കുറക്കാൻ വേണ്ടി ശ്രമിക്കുക. കൃത്യമായിട്ട് ഭക്ഷണം പ്ലാൻ ചെയ്യുക, അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ മാത്രം പർച്ചേസ് ചെയ്യുക, സ്മാർട്ട് ആയിട്ട് ഷോപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക, ഫുഡിനെ കൃത്യമായിട്ട് സ്റ്റോർ ചെയ്യുക എന്നുള്ളതാണ്. ലെഫ്റ്റ് ഓവേഴ്സിനെ ക്രിയേറ്റീവ്ലി യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക, സർപ്ലസ് ആയിട്ടുള്ള ഫുഡിനെ മറ്റുള്ളവർക്ക് ഡൊണേറ്റ് ചെയ്യുക തുടങ്ങിയിട്ടുള്ള സ്റ്റെപ്പുകൾ എടുക്കാൻ വേണ്ടി വരും. അപ്പോൾ ഗവൺമെന്റിനും ബെറ്റർ ആയിട്ടുള്ള കോൾഡ് സ്റ്റോറേജ് ഫെസിലിറ്റീസ്, പച്ചക്കറികളൊക്കെ സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കൃത്യമായിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ നെറ്റ്വർക്ക്, റോഡും കുഴികളും മറ്റുമൊന്നും ഇല്ലാത്ത റോഡുകൾ, വളരെ വേഗത്തിൽ ഫുഡ് പ്രൊഡക്റ്റുകൾ അതിന്റെ ഒറിജിനിൽ നിന്ന് ഡെസ്റ്റിനേഷനിലേക്ക് എത്തിക്കാൻ വേണ്ടി പറ്റുക. അതുപോലെ തന്നെ കൃത്യമായിട്ട് ഫുഡ് റീഡിസ്ട്രിബ്യൂഷനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള പോളിസികളും ഗവൺമെന്റിന്റെ ഭാഗത്ത് ഉണ്ടാവുക എന്നുള്ളതാണ്. ഇപ്പോൾ ബിസിനസ്സുകൾക്കും മറ്റുമൊക്കെ സസ്റ്റൈനബിൾ പ്രാക്ടീസസ്, അതായത് അൺസോൾഡ് ഫുഡ് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന രീതിയിലുള്ള പ്രാക്ടീസ് കൊണ്ടുപോകാൻ വേണ്ടി വരും. അതുവഴി സപ്ലൈ ചെയിൻ മാനേജ്മെന്റിനെ സ്ട്രെങ്തൻ ചെയ്യുക എന്നുള്ളതാണ്. എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിനും കൃത്യമായിട്ടുള്ള അവയർനെസ് ക്യാമ്പയിനുകൾ നടത്താൻ വേണ്ടി പറ്റും. കൺസംഷനുമായി ബന്ധപ്പെട്ട് പോളിസി മേക്കേഴ്സിനും ഈ ഒരു സേഫ് ഫുഡ് ആൻഡ് ഷേവ് ഫുഡ് തുടങ്ങിയിട്ടുള്ള പ്രോഗ്രാമുകൾ കൊണ്ടുവരാൻ വേണ്ടി പറ്റുക എന്നുള്ളതാണ്. അപ്പോൾ ഫുഡ് വേസ്റ്റേജ് എന്ന് പറയുന്നത് നമ്മുടെ ഫുഡ് ഉപയോഗം, അതായത് വേസ്റ്റ് ആവുന്ന ഫുഡിനെ കുറക്കുക എന്നതിന്റെ കൂടെ തന്നെ കാർബൺ ഫുട് പ്രിന്റ് കുറക്കാൻ വേണ്ടിയിട്ട്, ഫുഡ് ഇൻസെക്യൂരിറ്റി ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട്, സോഷ്യൽ ഇനീക്വാലിറ്റി അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ടൂളാണ്. അതിനു വേണ്ടിയിട്ട് ഗവൺമെന്റുകളും ബിസിനസ്സുകളും വ്യക്തികളും അക്കാഡമിയും ഇൻഡസ്ട്രീസും എല്ലാം തന്നെ പരസ്പരം കൊലാബറേറ്റ് ചെയ്തുകൊണ്ട് സഹകരിച്ച് പ്രവർത്തിക്കേണ്ടതായിട്ട്. അതായത് ഫുഡ് വേസ്റ്റ് ആവുന്നത് തടയുകയും ഒരാളും പട്ടിണി കിടക്കാത്ത ഒരു കാലഘട്ടത്തിൽ ലോകത്തിലേക്ക് നമ്മൾ എത്തേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. അടുത്തത് ഇന്ത്യയുടെ urban ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ടാണ്. നമ്മൾ സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള urban ഡെവലപ്മെന്റ് പ്രോഗ്രാമുകൾക്ക് പകരമായിട്ട് ലോക്കലൈസ്ഡ് urban ഡെവലപ്മെന്റ് കൊണ്ടുവരേണ്ട ആവശ്യകതയെക്കുറിച്ചാണ് ഓതർ ഇവിടെ ഹൈലൈറ്റ് ചെയ്യുന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഒരു urban കൺട്രി ആയിട്ട് മാറുവാണ്. ഒരുപാട് പുതിയ പുതിയ നഗരങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. വലിയ ട്രാൻസ്ഫോർമേഷൻ ആണല്ലോ. urban പോപ്പുലേഷൻ വർദ്ധിച്ചു വരുവാണ്. കഴിഞ്ഞ അടുത്തൊരു 10 വർഷത്തിനുള്ളിൽ ഇന്ത്യ ഏറ്റവും കൂടുതൽ നഗരങ്ങളുള്ള ഒരു രാജ്യമായിട്ട് മാറും എന്നുള്ളതാണ് കരുതുന്നത്. 1990-കൾക്ക് ശേഷമാണ്, ലിബറലൈസേഷന് ശേഷമാണ് നഗരവൽക്കരണം, അർബൻ എവല്യൂഷൻ എന്ന് പറയുന്നത് വളരെ സ്പീഡപ്പ് ചെയ്യുന്നതായിട്ടുള്ളത്. തുടർന്ന് ഗവൺമെന്റ് വിവിധ പദ്ധതികൾ, ജവഹർലാൽ നെഹ്റു നാഷണൽ അർബൻ റിന്യൂവൽ മിഷൻ, അതുപോലെ തന്നെ വിവിധ അമൃത് പോലുള്ള പദ്ധതികളും ഒക്കെ, ഈ ഒരു ഫ്ലാഗ്ഷിപ്പ് മിഷൻസ് ഒക്കെ നഗരവൽക്കരണത്തിന് വേണ്ടി, നഗരങ്ങളുടെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് സഹായിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. യൂണിയൻ ഗവൺമെന്റ് വ്യത്യസ്ത പ്രോഗ്രാമുകൾ ഇന്ത്യയുടെ urbanization വളരെ കീ ആയിട്ടുള്ള റോൾ വഹിച്ചിട്ടുണ്ട്, പ്രത്യേകിച്ചും ഇൻഫ്രാസ്ട്രക്ചറുകളുടെ ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ട് എന്ന് ഓർത്തു വെക്കേണ്ടതാണ്. എന്നാൽ എപ്പോഴും ഓർത്തു വെക്കേണ്ട കാര്യം, urban ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ് സബ്ജക്റ്റ് ആണ്. പക്ഷേ ഇവിടെ സെൻട്രൽ ഗവൺമെന്റ് ആണ് പലപ്പോഴും പദ്ധതികൾ കൊണ്ടുവരുന്നതും സംസ്ഥാനങ്ങളെ ഫണ്ട് കൊടുത്ത് അല്ലെങ്കിൽ സ്പോൺസേർഡ് സ്കീമായിട്ട് കൊണ്ടുവന്ന് സംസ്ഥാനങ്ങളുടെ ഫണ്ടുകൾ ഉപയോഗിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നത്. പ്രധാനമന്ത്രി ആവാസ് യോജന, അടൽ മിഷൻ ഫോർ റിജുവിനേഷൻ ആൻഡ് അർബൻ ട്രാൻസ്ഫോർമേഷൻ ആൻഡ് സ്വച്ഛ് ഭാരത് മിഷൻ തുടങ്ങിയിട്ടുള്ള പദ്ധതികൾ ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ പോലും എല്ലാം ടോപ്പ് ഡൗൺ അപ്രോച്ച് ആണ്. സെൻട്രൽ ഗവൺമെന്റ് പ്ലാൻ ചെയ്യും, അത് സംസ്ഥാനങ്ങളിലൂടെ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഇതിന്റെ ഒരു കുഴപ്പം എന്ന് വെച്ചാൽ സിറ്റികൾക്കോ അല്ലെങ്കിൽ ആ ഒരു സ്റ്റേറ്റിനോ അല്ലെങ്കിൽ ആ ലോക്കൽ ബോഡിക്കോ ഒന്നും വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള റോളുകൾ മാത്രമാണ് ഇതിലുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സെൻട്രൽ ഗവൺമെന്റ് താല്പര്യത്തിനനുസരിച്ചുള്ള സംഭവങ്ങളായിരിക്കും സിറ്റികളിൽ ഡെവലപ്പ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ urban മിഷൻസും അതുപോലെ സെൻട്രൽ പോളിസി, മെട്രോ റെയിൽ പ്രോജക്റ്റ് പോലുള്ള പോളിസികൾ, പ്രത്യേകിച്ചും ഇൻഫ്രാസ്ട്രക്ചർ എല്ലാം തന്നെ ലോക്കൽ ആയിട്ടുള്ള പ്രയോറിറ്റീസിനെ പരിഗണിക്കാതെ സെൻട്രൽ ഗവൺമെന്റിന്റെ താല്പര്യത്തിനനുസരിച്ച്, സെൻട്രൽ ഗവൺമെന്റിന്റെ
കാഴ്ചപ്പാടുകൾക്കനുസരിച്ചായിരിക്കും വരിക. ഇതിന് പകരമായിട്ട് സെൻട്രലിന്റെ റോൾ മിനിമൈസ് ചെയ്ത് സെൻട്രലിന്റെ റോൾ ഒരു ഗൈഡ് എന്ന രീതിയിലേക്ക് കുറച്ചുകൊണ്ട് ലോക്കൽ ഗവൺമെന്റുകളുടെ ആവശ്യത്തിനനുസരിച്ച് ഡെവലപ്മെന്റൽ ആക്ടിവിറ്റീസ് നടത്തുക എന്നുള്ളതാണ് urbanization effective ആയിട്ടുള്ള ഒരു സ്റ്റെപ്പ് എന്നാണ് ഓഥർ ഹൈലൈറ്റ് ചെയ്യുന്നതായിട്ടുള്ളത്. കാരണം ഓരോ പ്രദേശത്തും ഓരോ സ്റ്റേറ്റിലും അർബനൈസേഷന് വ്യത്യസ്ത ഡിമാൻഡുകളാണുള്ളത്, വ്യത്യസ്ത ഡെമോഗ്രഫിയാണ്, വ്യത്യസ്ത എക്കണോമിക് ഇൻഫ്രാസ്ട്രക്ചർ നീഡ്സ് ആണ്. ഇപ്പൊ കേരളം, കർണാടക, ഗുജറാത്ത് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള ഡിമാൻഡുകളാണുള്ളത് എന്നുള്ളതാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ട് urban policies കൃത്യമായിട്ട് പ്ലാൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് വൺ സൈസ് ഫിറ്റ്സ് ഓൾ എന്നുള്ള ഒരു അപ്രോച്ച് ഒരിക്കലും എടുക്കരുത് എന്നാണ് ഓഥർ ഹൈലൈറ്റ് ചെയ്യുന്നത്. കൃത്യമായിട്ടുള്ള സയന്റിഫിക് അപ്രോച്ച് വേണം. അതുപോലെ തന്നെ അധികാരങ്ങളെ നൽകുക ലോക്കൽ ഗവൺമെന്റ് ലെവലിലേക്ക് നൽകുക, സോ ദാറ്റ് ലോക്കൽ ഗവൺമെന്റ് അവരുടെ താല്പര്യത്തിനനുസരിച്ച് ഈ ഒരു റിസോഴ്സുകളെ അലോക്കേറ്റ് ചെയ്ത് അവർക്ക് ആവശ്യമുള്ള രീതിയിലുള്ള ഡെവലപ്മെന്റൽ അജണ്ട നടപ്പിലാക്കാൻ വേണ്ടി പറ്റുന്നതാണ്. യൂണിയൻ ബഡ്ജറ്റിൽ 70% ഫണ്ടുകളും ഈ ഒരു സ്റ്റേറ്റുകളിലേക്കും സിറ്റി ഗവൺമെന്റുകളിലേക്കും നൽകുന്നത് കാണാൻ വേണ്ടി പറ്റും. പ്രയോറിറ്റി ആയിട്ട് 30% മാത്രമാണ് നാഷണൽ പ്രൊജക്ട് ക്ലൈമറ്റ് റെസിലിയന്റ് ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ പോലുള്ള പ്രൊജക്ടുകളിലേക്ക് പോകുന്നതായിട്ടുള്ളത്. അപ്പൊ ഇത് പ്രധാനമായിട്ടും ഈ ഒരു സിറ്റികളെ അവരുടെ ആവശ്യങ്ങളെ പ്രയോറിറ്റൈസ് ചെയ്യാൻ സഹായിക്കും. പ്രത്യേകിച്ചും അവരുടെ മൊബിലിറ്റിയുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് ട്രാൻസ്പോർട്ടേഷൻ, എങ്ങനെയാണ് സാനിറ്റേഷൻ മെഷേഴ്സ്, ഹൗസിങ്, വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള സ്പെസിഫിക് ആയിട്ടുള്ള റിക്വയർമെന്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ കൃത്യമായിട്ട് അഡ്രസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഡയറക്റ്റ് ട്രാൻസ്ഫർ സിസ്റ്റം പോലുള്ള സിസ്റ്റംസ് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അതുവഴി ഫണ്ടുകളുടെ മിസ്യൂസ് തടയാൻ വേണ്ടി പറ്റുക എന്നുള്ളതാണ്. ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റുകളിലൊക്കെ ലോക്കൽ ഡിമാൻഡിനനുസരിച്ച് കൊണ്ടുവരുന്നത് വഴി പ്ലാനിങ്ങിനെ നമുക്ക് കൃത്യമായിട്ട് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി പറ്റും. റിസോഴ്സസും കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യപ്പെടുന്നുണ്ട് ഉറപ്പുവരുത്താൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പോൾ ഇവിടെ ഫൈനാൻഷ്യൽ ഡെവല്യൂഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻഫ്രാസ്ട്രക്ചർ കൊളാപ്സ് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട്, അതായത് നമ്മുടെ സിറ്റികളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് അർബൻ പ്ലാനിങ്ങിന് വേണ്ടി കൃത്യമായിട്ടുള്ള ഫണ്ടുകൾ അലോക്കേറ്റ് ചെയ്തേണ്ടതുണ്ട്. അത് കൃത്യമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതിൽ സെൻട്രൽ ഗവൺമെന്റിന്റെയും സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയും ലോക്കൽ ഗവൺമെന്റിന്റെയും റോള് കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യുക എന്നുള്ളതാണ്. അത്തരത്തിൽ വേണം അർബൻ മിഷൻസ് കൊണ്ടുവരേണ്ടതായിട്ട്. ഇന്ത്യയുടെ urban ട്രാൻസ്ഫോർമേഷനെ അത് ജനങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെ, ക്വാളിറ്റി ഓഫ് ലൈഫിനെ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഓഫ് ലൈഫിനെ മെച്ചപ്പെടുത്തുന്ന രീതിയിലേക്ക് മാറ്റേണ്ടതായിട്ടുണ്ട് എന്നാണ് ഓഥർ ഹൈലൈറ്റ് ചെയ്യുന്നത്. അടുത്തത് എന്താണ് DNA പോളിമോർഫിസം, എങ്ങനെയാണ് രണ്ട് വ്യക്തികൾ തമ്മിൽ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്, അച്ഛനും മകനും എന്നുള്ള രീതിയിലൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് DNA ഉപയോഗിക്കുന്നതെന്നാണ് നമ്മൾ ബ്രീഫ് ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. അപ്പം നമുക്കറിയാം ഓരോ വ്യക്തികളുടെയും ശരീരത്തിൽ 23 ക്രോമസോം പേഴ്സ് ആണുള്ളത്. അപ്പൊ ഇതിൽ 23 ഫാദറിനും 23 മദറിനും വന്നതാണ്. അപ്പൊ 46 DNA മോളിക്യൂൾസ് ഉണ്ടെന്ന് പറയാൻ പറ്റും ഓരോ ക്രോമസോമിലും ആയിട്ട്. അപ്പൊ DNA ഈ ക്രോമസോമിന്റെ അകത്താണുള്ളത്. ഉദാഹരണത്തിന് ക്രോമസോം നമ്പർ 3 എന്ന് പറയുന്നതിൽ ടോട്ടൽ DNAയുടെ ഏകദേശം 6.5%, ഓരോ സെല്ലിലുള്ളതിന് 6.5% ഡാറ്റയുള്ളത്. അപ്പൊ ഇതില് ഈ ഒരു വ്യക്തിയുടെ ഫാദറിന്റെ ക്രോമസോം 3യും അവരുടെ മദറിന്റെ ക്രോമസോം 3യും തമ്മിൽ വളരെയധികം കോമൺ ആയിരിക്കും. അതായത് ചെറിയ ഫ്യൂ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ഇതിനെയാണ് പോളിമോർഫിസം എന്ന് പറയുന്നത്. അപ്പോൾ പോളിമോർഫിസം എന്ന് പറയുന്നത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഒരു വ്യക്തിയുടെ മറ്റൊരു വ്യക്തിയുടെ DNA-യിൽ നിന്നും മാറ്റം കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. അതുവഴി നമുക്ക് അതിലുള്ള റിപ്പീറ്റേഷൻ നോക്കിക്കൊണ്ട് നമുക്ക് അവരുടെ ട്രേസ് അല്ലെങ്കിൽ ആൻസിസ്ട്രി കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റുമെന്നത് അതിന് ഉപയോഗിക്കുന്നതാണ് ഈ ഒരു പോളിമോർഫിസം എന്ന് പറയുന്ന ഐഡിയ. ബട്ട് ഒരു DNA-ക്ക് 2 സ്ട്രാൻഡുകളാണുള്ളത്. ഈ 2 സ്ട്രാൻഡുകൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ 4 കെമിക്കൽസ് ആണുള്ളത്: അഡിനിൻ, സൈറ്റോസിൻ, ഗ്വാമിൻ ആൻഡ് തൈമിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിങ്ങനെ കണക്ട് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ കണക്ട് ചെയ്തിട്ടാണ് ഇതിങ്ങനെ പോകാമെന്നത്. അപ്പോൾ ഈ 2 സ്ട്രാൻഡ്സും ആന്റി പാരലൽ ആണ്, ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ് പോകുന്നത്. ഒന്നിനൊന്ന് കോംപ്ലിമെന്ററി ആണ്. അതായത് A T-യുമായിട്ടും അതുപോലെ തന്നെ C G-യുമായിട്ടുമാണ് എന്ത് ചെയ്യുക, കമ്പൈൻ ചെയ്യുക എന്നുകൂടി ഓർത്ത് വെക്കേണ്ടതാണ്. അപ്പോൾ ഈ ഒരു DNA റിപ്ലിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു സ്ട്രാൻഡുകൾ പുതിയ കോംപ്ലിമെന്ററി ആയിട്ടുള്ള സ്ട്രാൻഡുകൾ ഡെവലപ്പ് ചെയ്യുന്നതാണ്. ചില സമയത്ത് ഈ ഒരു കോമ്പിനേഷനിൽ മ്യൂട്ടേഷനിൽ വരാം. അത്തരത്തിൽ മ്യൂട്ടേഷൻസ് ഉണ്ടാവുമ്പോൾ ജനിതകപരമായിട്ടുള്ള രോഗങ്ങളും മറ്റുമൊക്കെ ഉണ്ടാവുന്നത്. പക്ഷെ അത് വളരെ റെയർ ആയിട്ട് മാത്രമേ സംഭവിക്കാറുള്ളൂ എന്നുകൂടി ഓർത്ത് വെക്കേണ്ടതാണ്. അപ്പോൾ STR എന്ന് പറയുന്നതായിട്ടുള്ളത് ഷോർട്ട് സീക്വൻസ് ഓഫ് DNA ആണ്. അത് ഒരു DNA-യിൽ മൾട്ടിപ്പിൾ ടൈംസ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഈ STRs എന്ന് വെച്ചാൽ പോളിമോർഫിക് ആണ്. അതായത് അച്ഛനും കുട്ടിക്കും ഒക്കെ ഈ ഒരു DNA, ഈ ഒരു STRs ഷോർട്ട് സീക്വൻസുകൾ റിപ്പീറ്റഡ് ആയിട്ട് വന്നുകൊണ്ടേയിരിക്കുന്നത്. അതായത് ഒരു അച്ഛനും ഒരു കുട്ടിക്കും നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് STRs, അതായത് ഷോർട്ട് ടാൻഡംസ് റിപ്പീറ്റിംഗ് സീക്വൻസ് റിപ്പീറ്റ് ചെയ്ത് വന്നുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇതിനെ ഐഡന്റിഫൈ ചെയ്തിട്ടാണ് നമുക്ക് ഈ ഒരു
പെറ്റേണിറ്റി ടെസ്റ്റുകളൊക്കെ നടത്താൻ വേണ്ടി പറ്റും. ഇതിനെയാണ് DNA ഫിംഗർ പ്രിന്റിംഗ്. ഒരു ഫിംഗർ പ്രിന്റിംഗ് എന്ന് പറഞ്ഞാൽ ഓരോ വ്യക്തിക്കും ഐഡന്റിക്കൽ ആണ് അല്ലേ? ഇതേപോലെ തന്നെ DNA-യും നമുക്ക് ഐഡന്റിക്കൽ ആണെന്ന് പറയാൻ പറ്റും. അപ്പൊ കാപ്പിലറി ഇലക്ട്രോഫോറസിസ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ഉപയോഗിച്ചുകൊണ്ട്, ഇലക്ട്രിക് ഫീൽഡ് ഉപയോഗിച്ചുകൊണ്ട് DNA ഒരു കാപ്പിലറി ട്യൂബിലൂടെ കടത്തിവിട്ടിട്ടൊക്കെയാണ് DNA നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. അപ്പൊ അതിൽ വളരെ ചെറിയ സെഗ്മെന്റ്സ് വളരെ വേഗത്തിൽ പോകും. അതുവഴി ഈ ഒരു DNA ഫ്രാഗ്മെന്റ്സിനെ സെപ്പറേറ്റ് ചെയ്യാനും അനലൈസ് ചെയ്യാനും പറ്റും എന്നതാണ്. അപ്പോൾ ഒരു DNA-യിൽ തന്നെ മൾട്ടിപ്പിൾ ഈ ഒരു ഷോർട്ട് ടാൻഡം റിപ്പീറ്റിംഗ് സീക്വൻസുകളെ ടെസ്റ്റ് ചെയ്യും. അതിൽ നിന്നും നമുക്കൊരു യുണീക്ക് ആയിട്ടുള്ള DNA-യുടെ പാറ്റേൺ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പോൾ ഈ യുണീക്ക് ആയിട്ടുള്ള പാറ്റേൺ നമുക്ക് എത്രമാത്രം സിമിലാരിറ്റി വരുന്നു എന്നുള്ളത് നോക്കിയിട്ട് നമുക്ക് ആ ഒരു ഐഡന്റിറ്റി ടെസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ DNA നമുക്ക് ബ്ലഡിൽ നിന്നോ ബോണിൽ നിന്നോ സ്കിൻ സെല്ലിൽ നിന്നൊക്കെ ലഭ്യമാക്കാൻ പറ്റും എന്നുകൂടി ഓർത്തു വെക്കേണ്ടതാണ്. അപ്പോൾ നമുക്ക് DNA ഫിംഗർ പ്രിന്റിംഗ് അല്ലെങ്കിൽ DNA ടെക്നോളജി എന്ന് പറയുന്നത് പാരന്റ് ചൈൽഡ് റിലേഷൻഷിപ്പ് കണ്ടെത്താൻ വേണ്ടി പറ്റും. അതുപോലെ ദുരന്തങ്ങളിലും മറ്റുമൊക്കെ വ്യക്തികളെ കണ്ടെത്താൻ സഹായിക്കും. അതുപോലെ ക്രൈംസ് ഒക്കെ സോൾവ് ചെയ്യാൻ സഹായിക്കും എന്ന് ഓർക്കുക. അപ്പോൾ DNA വളരെ സ്റ്റേബിൾ ആണ്. അതിനെ ഈവൻ ഓൾഡ് റിമെയിൻസിൽ നിന്ന് പോലും നമുക്ക് മരണപ്പെട്ട ഒരാളുടെ ശരീരത്തിൽ നിന്നുള്ള സെൽസിൽ നിന്ന് പോലും DNA എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് തന്നെ പല കോൾഡ് കേസുകളും സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്, കെട്ടിക്കിടക്കുന്ന കേസുകളും സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് കണ്ടെത്താൻ സഹായിക്കും എന്നുകൂടി ഓർത്തു വെക്കേണ്ടതാണ്. അടുത്തത് ഇന്ത്യയും ആഫ്രിക്കൻ കൺട്രീസും തമ്മിലുള്ള ഒരു പുതിയ നേവൽ എക്സസൈസ് പ്രഖ്യാപിച്ചിട്ടുണ്ട്, IOS സാഗർ എന്ന പേരിൽ. അപ്പോൾ നമുക്ക് നോക്കാം, ഇന്ത്യൻ ഓഷ്യൻ റീജിയനിൽ ആഫ്രിക്കൻ രാജ്യങ്ങളുമായിട്ടുള്ള മിലിറ്ററി ഡിഫൻസ് കോപ്പറേഷൻസ് ആണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. അപ്പോൾ ഇന്ത്യൻ നേവി ആഫ്രിക്കൻ രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം, പ്രത്യേകിച്ചും നേവിയുമായുടെ കോപ്പറേഷൻ മെച്ചപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുകയാണ് ഇന്ത്യൻ ഓഷ്യൻ റീജിയനിൽ. പ്രത്യേകിച്ചും ഈ ഒരു മേഖലയിലുള്ള പൈറസി, കടൽക്കൊള്ളക്കാർ, ചൈനയുടെ ഇൻഫ്ലുവൻസ്, അതുപോലെ തന്നെ യമനിലെ ഹൂത്തി റിബൽസിന്റെ ത്രട്ട്, ഇതിനെയൊക്കെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ആഫ്രിക്കൻ രാജ്യങ്ങളുമായിട്ടുള്ള സഹകരണം ഉറപ്പുവരുന്നതായിട്ടുള്ളത്. അപ്പോൾ ഇന്ത്യൻ നേവി ഇതിനു വേണ്ടിയിട്ട് ആഫ്രിക്ക ഇന്ത്യ കീ മാരിടൈം എൻഗേജ്മെന്റ് AKME എന്ന് പറയുന്ന ഒരു പുതിയ ഇനീഷ്യേറ്റീവ് സ്റ്റാർട്ട് ചെയ്യാണ്. 10 ആഫ്രിക്കൻ രാജ്യങ്ങളാണ് ഈ മാരിടൈം സെക്യൂരിറ്റി ടൈസുമായി ബന്ധപ്പെട്ട് ഈ ഒരു ഇനീഷ്യേറ്റീവിലെ ഭാഗമായി മാറുന്നത് എന്നുള്ളതാണ്. അതിന്റെ ഭാഗമായിട്ട് ഇന്ത്യയുടെ INS സുനൈന എന്ന് പറയുന്ന കപ്പല് അത് ഇന്ത്യൻ ഓഷ്യനിൽ ഏപ്രിൽ 5 മുതൽ മെയ് 8 വരെ പോകും. ക്രൂ അടക്കം പോകും. 9 ആഫ്രിക്കൻ രാജ്യങ്ങളിൽ പോവുകയും അവിടുത്തെ ആൾക്കാർക്ക് ട്രെയിനിങ്ങും മറ്റുമൊക്കെ നൽകും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിനെയാണ് IKME എന്ന രീതിയിൽ വിശേഷിപ്പിച്ചിട്ടുള്ളത് എന്നുകൂടി ഓർത്തു വെക്കുക. INS സുനൈന അത് ദർസി സലാം തൻസാനിയയിൽ പോകും, നക്കാല മൊസാംബിക്കിൽ പോകും, പോർട്ട് ലൂയിസ് മൗറീഷ്യസിൽ പോകും, പോർട്ട് വിക്ടോറിയ സെയ്ഷലസിൽ പോകും, മാലദ്വീപ്സിലെ മാലി പോർട്ടിൽ പോകും. എന്നിട്ട് അവിടെ ജോയിന്റ് സർവേലൻസ്, എക്സ്ക്ലൂസീവ് എക്കണോമിക് സോണിൽ അവിടുത്തെ മിലിറ്ററിയുമായി ചേർന്നുകൊണ്ട് ജോയിന്റ് സർവേലൻസ് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ 9 ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാരെ ഇന്ത്യയിലേക്ക് വരുന്നുണ്ട്. 2 വീക്കിന്റെ ട്രെയിനിങ് കൊച്ചിയിൽ അവർക്ക് നൽകുന്നുണ്ടെന്നാണ്. സീലെ ട്രെയിനിങ്ങും വിവിധ ഷിപ്പ് ബോർഡ് ആക്ടിവിറ്റീസിലും ട്രെയിനിങ്ങുകൾ നൽകും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ പ്രധാനമന്ത്രിയുടെ മഹാസാഗർ ഇനീഷ്യേറ്റീവിന്റെ ഭാഗമായിട്ടാണ് ഇന്ത്യൻ ഓഷ്യൻ റീജിയനിൽ ഒരു കീ സെക്യൂരിറ്റി പാർട്ണർ എന്ന രീതിയിൽ ഉയർന്നതിന് വേണ്ടിയിട്ട് IKME-യും അതുപോലെ IOS സാഗറും ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്യുന്നതായിട്ടുള്ളത്. അപ്പോൾ ഇന്ത്യൻ നേവി ഇന്ത്യൻ ഓഷ്യൻ റീജിയനിലുള്ള വിവിധ രാജ്യങ്ങളുമായിട്ട് കൊലാബറേറ്റ് ചെയ്യുന്നുണ്ട്. ജോയിന്റ് എക്സസൈസുകൾ, കോർഡിനേറ്റ് ആയിട്ടുള്ള പെട്രോളുകൾ, ഇൻഫർമേഷൻ ഷെയറിങ്, ഹ്യൂമാനിറ്റേറിയൻ മിഷൻസിൽ ഇടപെടാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ IKME എന്ന് പറയുന്ന ഈ ഒരു എക്സസൈസ് ഇന്ത്യയും താൻസാനിയയും ചേർന്നുകൊണ്ട് കോഹോസ്റ്റ് ചെയ്യുന്നതാണ്. 2 രാജ്യങ്ങളും തമ്മിലുള്ള ഡിപ്ലോമാറ്റിക് റിലേഷൻസിനെയും സെക്യൂരിറ്റി ടൈസിനെയും ഒക്കെ മെച്ചപ്പെടുത്താനും ഇത് സഹായിക്കും എന്നുകൂടി ഓർത്തു വയ്ക്കേണ്ടതായിട്ടാണ്. അടുത്തൊരു വാർത്ത എന്ന് പറഞ്ഞാൽ കശ്മീർ വാലിയിൽ നിന്നുള്ള, കാശ്മീരിൽ കാലങ്ങളായിട്ട് മൂടിക്കിടക്കുന്ന മഞ്ഞ് ഉരുകിക്കൊണ്ടിരിക്കുകയാണ്. അത് വലിയൊരു ദുരന്തത്തിലേക്ക് കാരണമാകും എന്നാണ് ഓദർ ഹൈലൈറ്റ് ചെയ്യുന്നതായിട്ടുള്ളത്. പ്രധാനമായിട്ടും പെർമാഫ്രോസ്റ്റുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണിത്. എന്താണ് പെർമാഫ്രോസ്റ്റ്, എന്താണ് അതുമായി ബന്ധപ്പെട്ട ഇഷ്യൂസ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ട്. അപ്പോൾ പെർമാഫ്രോസ്റ്റ് എന്ന് പറഞ്ഞാൽ പെർമനന്റ്ലി ഫ്രോസൺ എന്ന് പറയുന്നതാണ്. കുറേ കാലങ്ങളായിട്ട് ഫ്രോസ് ചെയ്ത് കിടക്കുന്ന ഭൂമിയെയാണ് പെർമാഫ്രോസ്റ്റ് എന്ന് പറയുന്നതായിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ മണ്ണിന്റെ മേലെ കുറേ കാലങ്ങളായിട്ട് ഐസ് മൂടിക്കിടക്കുവാണ്. അപ്പോൾ ഇതിനെയാണ് പെർമാഫ്രോസ്റ്റ് എന്ന് പറയുന്നതായിട്ടുള്ളത്. ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട്. അപ്പോൾ ഇത് മെല്ലെ മെല്ലെ ചെയ്യുക, മെൽറ്റ് ചെയ്യുന്ന സമയത്ത് ഇത് ഗ്ലോബൽ വാർമിങ്ങിന് കാരണമാകും. ഗ്ലോബൽ വാർമിംഗ് കാരണം മെൽറ്റ് ആവും, എന്നിട്ട് വീണ്ടും ഗ്ലോബൽ വാർമിങ്ങിന് കാരണമാവും എന്നുള്ളതാണ്. ഇത് അവിടെയുള്ള റോഡുകളെയും ഹൗസ് ഹോൾഡേയും ആൽപൈൻ ലേക്കുകളെയും ഹൈഡ്രോ പവർ പ്രൊജക്റ്റുകളെയും ഒക്കെ ബാധിക്കുന്നതാണ് ഒരു സ്റ്റഡിയിൽ കണ്ടെത്തിയിട്ടുള്ളത്. നിലവിൽ നോക്കിക്കഴിഞ്ഞാൽ ജമ്മു ആൻഡ് കാശ്മീരിനെയും ലഡാക്കിന്റെയും 64.8%, അതായത് 65% പെർമാഫ്രോസ്റ്റ് ആണെന്ന് ഓർത്ത് വെക്കണം. തന്നെ ഇത് പല സ്ഥലത്തും കുറച്ചായിട്ടുണ്ട്, കണ്ടിന്യൂസ് ആയിട്ടുണ്ട്, ഡിസ്കണ്ടിന്യൂസ് ആയിട്ടുണ്ട്, സ്പൊറാഡിക് ആയിട്ടുണ്ടെന്ന് ഓർത്ത് വെക്കുക. പക്ഷെ 65% ഏരിയയോളം ഈ ഒരു പെർമാഫ്രോസ്റ്റ് ആണ് വരുന്നതായിട്ടുള്ളത്. ഈ ഒരു പെർമാഫ്രോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മണ്ണുണ്ടാവും, മണ്ണിന്റെ മുകളിലാണ് ഈ മഞ്ഞ് ഉണ്ടാവുക. അപ്പൊ
അപ്പോൾ ഈ മഞ്ഞ് രൂപപ്പെടുന്നതിന് മുമ്പേ ഇവിടെ എന്തെങ്കിലും ജീവജാലങ്ങളുടെ അവശിഷ്ടങ്ങളോ ചെടികളോ ഒക്കെ ഉണ്ടാവും. അപ്പോൾ ആക്ച്വലി ഈ ഒരു മഞ്ഞ് മൂടിക്കിടക്കുന്നതുകൊണ്ട് ഈ ജീവജാലങ്ങളുടെ അവശിഷ്ടങ്ങളും ഇവിടെ തിങ്ങി കിടക്കുവാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ എന്തുണ്ടാവും, മീഥെയ്ൻ എന്ന് പറയുന്ന ഗ്യാസ് ഉണ്ടാവും. അപ്പോൾ ഈ മഞ്ഞ് ഉരുകുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ ഈ മീഥെയ്ൻ ഗ്യാസ് പുറത്തേക്ക് വരും എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു പെർമാഫ്രോസ്റ്റ് തോ ചെയ്യുന്ന സമയത്ത്, അത് മെൽറ്റ് ആവുന്ന സമയത്ത് ഈ ഒരു സ്റ്റോർഡ് കാർബൺ അത് മീഥെയിന്റെ രൂപത്തിൽ അന്തരീക്ഷത്തിലേക്ക് വരും. മീഥെയിൻ ഒരു ഗ്ലോബൽ വാർമിങ്ങിന് കാരണമാവുന്ന ഗ്യാസ് ആണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ അത് ഗ്ലോബൽ വാർമിങ്ങിനെ വർദ്ധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഹ്യൂമൻ ആക്ടിവിറ്റീസ് ആയിട്ടുള്ള ഡിഫോറസ്റ്റേഷൻ, ലാൻഡ് യൂസിൽ ഉണ്ടാവുന്ന ചേഞ്ച്, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്, ടൂറിസം, ഇതെല്ലാം തന്നെ ഈ ഒരു പെർമാഫ്രോസ്റ്റിന്റെ ഡീഗ്രഡേഷന് കാരണമുണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് റൈസിംഗ് ആയിട്ടുള്ള ടെമ്പറേച്ചേഴ്സ്, പെർമാഫ്രോസ്റ്റ് കാരണമുണ്ടാവുന്ന വീണ്ടും റൈസിംഗ് ടെമ്പറേച്ചേഴ്സ്, ഈ എർത്ത് ക്വാക്കുകൾ, സ്ലോപ്പ് ഫെയിലിയേഴ്സ് തുടങ്ങിയുള്ളതൊക്കെ ഈ ഒരു പ്രദേശത്തെ ഡീസ്റ്റബിലൈസ് ചെയ്യുന്നുണ്ട്. പെർമാഫ്രോസ്റ്റുകൾ വളരെ വേഗത്തിൽ നശിക്കുന്നതിന് കാരണമായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള പെർമാഫ്രോസ്റ്റ് തോ ചെയ്യുക അല്ലെങ്കിൽ മെൽറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് മൂടിക്കിടക്കുന്ന മഞ്ഞാണ്. അപ്പോൾ ഇത് അവിടെയുള്ള ലേക്കുകളിലേക്കും മറ്റുമൊക്കെ വെള്ളം മുറുകി വരുന്നതിന് വേണ്ടിയിട്ടും, ഇത് ഗ്ലേഷ്യൽ ലേക്ക് ഔട്ട്ബേസ്റ്റ് ഫ്ലഡുകൾ ഉണ്ടാവുന്നതിന് വേണ്ടി, ഗ്ലേഷ്യൽ ലേക്കുകൾ കവിഞ്ഞൊഴുകിയിട്ടുള്ള ഫ്ലഡുകൾ ഉണ്ടാവുന്നതിനും കാരണമാകാം. ഇത് വലിയ ഡാമേജിന് കാരണമാക്കാം എന്നുള്ളതാണ്. അതുപോലെ പെർമാഫ്രോസ്റ്റ് ഡീഗ്രഡേഷൻ ഗ്രൗണ്ട് വാട്ടറിനെയും റിവർ ഫ്ലോയെയും ഒക്കെ ബാധിക്കും. കാരണം ഈ മഞ്ഞ് ഉരുകിയിട്ടൊക്കെയാണ് നേരത്തെ നദികളിൽ വെള്ളം വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ അതിനെയൊക്കെ നെഗറ്റീവായിട്ട് ബാധിക്കാം. കൂടാതെ ഇത് ഇൻഫ്രാസ്ട്രക്ചർ ഡാമേജിന് കാരണമാകാം. ഹൈഡ്രോ പവർ പ്രൊജക്റ്റുകളുടെ അവിടെയൊക്കെ വെള്ളം വന്ന് ഡാമേജ് ഉണ്ടാവാം. അപ്പോൾ ഇത് ഒരു എക്സ്ട്രീം ആയിട്ടുള്ള ഒരു ത്രെട്ട് ഇവന്റിലേക്ക് മാറുന്ന സാഹചര്യം എന്നുള്ളതാണ്. അപ്പോൾ കൃത്യമായിട്ട് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിൽ കൃത്യമായിട്ടുള്ള പ്ലാനിങ് കൊണ്ടുവരിക എന്നുള്ളതാണ്. എവിടെയെങ്കിലും പെർമാഫ്രോസ്റ്റ് പ്രസൻസ് ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ള പ്രദേശത്തെ എക്കോളജിക്കലി സെൻസിറ്റീവ് ഏരിയാസ് ആക്കി മനസ്സിലാക്കിക്കൊണ്ട് റിസ്ക് പരമാവധി കുറക്കുക. എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റുകൾ കൃത്യമായിട്ട് നടത്തിയിട്ട് വേണം പ്രൊജക്റ്റുകൾ കൊണ്ടുവരുന്നുണ്ട്. കാരണം പെർമാഫ്രോസ്റ്റുകൾ ഡാമേജ് ആവാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഗ്ലേഷ്യൽ ലേക്ക് ഔട്ട്ബേസ്റ്റ് ഫ്ലഡുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള സ്റ്റഡീസ് നടത്തേണ്ടതായിട്ട്. കൂടാതെ പെർമാഫ്രോസ്റ്റുകളെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള മോണിറ്ററിംഗ് ചെയ്യുക. പെർമാഫ്രോസ്റ്റ് മെൽറ്റിങ്ങിനെ കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. സാറ്റലൈറ്റ് ഡാറ്റയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് കുറച്ച് പ്രിഡിക്റ്റബിൾ ആയിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഓഥർ ഹൈലൈറ്റ് ചെയ്യുന്നതായിട്ടുള്ളത്. അടുത്തൊരു വാർത്ത ഗ്ലേഷ്യർ ലോസുമായി ബന്ധപ്പെട്ടാണ്. സെയിം നമ്മൾ ഈ പെർമാഫ്രോസ്റ്റ് പറഞ്ഞതുപോലെ തന്നെ യുഎന്നിന്റെ ഒരു റിപ്പോർട്ട് വരെയാണ് ലോകത്ത് മുഴുവൻ ഗ്ലേഷ്യേഴ്സ് വളരെ വേഗത്തിലാണ് ഉരുകിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. ഗ്ലേഷ്യേഴ്സ് വളരെ വേഗത്തിലാണ്, നമ്മൾ കരുതിയതിനേക്കാൾ വളരെ വേഗത്തിലാണ് ഉരുകിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 3 വർഷത്തിലെ ഏറ്റവും ലാർജസ്റ്റ് റെക്കോർഡഡ് മെൽറ്റിംഗ് ആണ് നടന്നിട്ടുള്ളതെന്നാണ് യുനെസ്കോയുടെ റിപ്പോർട്ടിൽ വരുന്നതായിട്ടുള്ളത്. 1975 മുതൽ ഇങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ 9 ട്രില്യൺ ടൺ ഐസ് ആണ്, അതായത് ജർമ്മനിയുടെ സൈസിൽ 25 മീറ്റർ തിക്കുള്ള ഐസാണ് മെൽറ്റ് ചെയ്തിട്ടുള്ളതെന്നാണ്. ഈ ഒരു ഐസ് ലോസ് ഓരോ വർഷം കഴിയുന്തോറും ക്ലൈമറ്റ് ചേഞ്ച് കാരണം ആക്സലറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും ഫോസിൽ ഫ്യൂൽസ് ഒക്കെ ബേൺ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് അന്തരീക്ഷത്തിലേക്ക് വരുന്ന ഗ്രീൻ ഹൗസ് ഗ്യാസ് ആണ് ഈ ഒരു മെൽറ്റിങ്ങിന് കാരണമാകുന്നത്. ഇത് മെൽറ്റ് ചെയ്ത വെള്ളം കടലിലേക്കാണ് പോകുന്നത്. കടലിലെ ജലനിരപ്പ് വർദ്ധിക്കും. ഇത് ചെറിയ ചെറിയ അയലൻഡ് കൺട്രീസിനൊക്കെ വെള്ളത്തിന്റെ മുങ്ങിൽ താഴേക്ക് പോകാൻ കാരണമാകും എന്നതാണ്. വാട്ടർ റിസോഴ്സ് ഷ്രിങ്ക് ചെയ്യാനും കാരണമാകും എന്ന് പറയുന്നുണ്ട്. കഴിഞ്ഞ 6 വർഷത്തില് ലോകത്ത് തന്നെ 5 ലാർജസ്റ്റ് ഐസുകൾ ലോസ് ആയിട്ടുണ്ട്. ഗ്ലേഷ്യേഴ്സ് 450 ബില്യൺ ടൺ ആണ് 2024 മാത്രം മെൽറ്റ് ആയി പോയിട്ടുള്ളതാണ്. അപ്പോൾ മൗണ്ടൻ ഗ്ലേഷ്യേഴ്സ്, നമ്മളിപ്പം ജമ്മു ആൻഡ് കാശ്മീരിൽ പറഞ്ഞതുപോലെ മൗണ്ടൻ ഗ്ലേഷ്യേഴ്സ് ഒക്കെ വളരെ വേഗം മെൽറ്റ് ആയിട്ട് സീ ലെവൽ റൈസിന് കാരണമാവുന്നുണ്ട്. ഇത് ക്രൂഷ്യൽ ആയിട്ടുള്ള പല ചെറിയ അയലൻഡ് കൺട്രീസിലും ഫ്ലഡിങ്ങിന് കാരണമാവുന്നുണ്ട്. വാട്ടർ റിസോഴ്സസ്, കാരണം ശുദ്ധജലത്തിന്റെ ലഭ്യത കുറയുന്നതിനും കാരണമാവുന്നുണ്ട്. ഇത് അഗ്രികൾച്ചറും ഹൈഡ്രോ ഇലക്ട്രിക് എനർജി പ്രൊഡക്ഷനൊക്കെ നെഗറ്റീവായി ബാധിക്കുന്നതാണ്. അപ്പോൾ ഗ്ലോബലി നിലവിൽ 2,75,000 ഗ്ലേഷ്യേഴ്സ് ഉണ്ട്. ലോകത്തിന്റെ ഫ്രഷ് വാട്ടേഴ്സിന്റെ 70% ഹോൾഡ് ചെയ്യുന്നത് ഈ ഒരു ഗ്ലേഷ്യേഴ്സിലാണെന്ന് ഓർത്ത് വെക്കുന്നത്. പ്രധാനമായിട്ടും അന്റാർട്ടിക് അതുപോലെ ഗ്രീൻലാൻഡിലൊക്കെയുള്ള ഐസ് ഷീറ്റുകളിലാണ് എന്നുകൂടി ഓർത്ത് വെക്കുന്നതിന്. ഏകദേശം 1.1 ബില്യൺ ആൾക്കാരാണ് ഈ ഒരു മൗണ്ടൻ കമ്മ്യൂണിറ്റീസ് ആയിട്ട് ലോകത്ത് ജീവിക്കുന്നതായിട്ടുള്ളത്. ഗ്ലേഷ്യേഴ്സിന്റെ മെൽറ്റിങ് ഇവരുടെയൊക്കെ ലൈവ്ലിഹുഡിനെയും ഒക്കെ ബാധിക്കും. അതുപോലെ ഇതുമൂലം ഉണ്ടാകുന്ന നാച്ചുറൽ ആയിട്ടുള്ള ഹസാർഡ്സും അതുപോലെ വെള്ളത്തിന്റെ ലഭ്യത കുറവൊക്കെ ഈ ഒരു കമ്മ്യൂണിറ്റീസിനെ ബാധിക്കും എന്നുള്ളതാണ്. ചില ഗ്ലേഷ്യേഴ്സ് ഉണ്ട്, ഉദാഹരണത്തിന് റവൻസോറി മൗണ്ടൻ, ആഫ്രിക്കയിലെ റവൻസോറി മൗണ്ടൻസിലെ ഗ്ലേഷ്യേഴ്സ് ഉണ്ട്. ഇത് 2030 കംപ്ലീറ്റ് ആയിട്ട് ഡിസപ്പിയർ ചെയ്യും എന്നതാണ് സ്റ്റഡീസിൽ കാണിക്കുന്നതായിട്ടുള്ളത്. ഇതൊക്കെ അവിടെയുള്ള ലോക്കൽ കമ്മ്യൂണിറ്റീസിനെ വളരെ നെഗറ്റീവായിട്ട് ബാധിക്കും എന്ന് കൂടി ഓർത്ത് വെക്കുന്നതാണ്. അപ്പോൾ ഈസ്റ്റ് ആഫ്രിക്കയിലും മറ്റുമൊക്കെ ഗ്ലേഷ്യേഴ്സിന്റെ മെൽറ്റിംഗ് കാരണം അവിടെ ലോക്കൽ വാട്ടർ സപ്ലൈ തന്നെ വെള്ളത്തിന്റെ ലഭ്യതയെ തന്നെ നെഗറ്റീവായിട്ട് ബാധിച്ചിട്ടുണ്ട് എന്ന് ഓർത്ത് വെക്കേണ്ടതാണ്. അപ്പോൾ മെൽറ്റിംഗ് ഓഫ് ഗ്ലേഷ്യേഴ്സ് എന്ന് പറഞ്ഞാൽ കോടിക്കണക്കിന് ആൾക്കാരെ ബാധിക്കും. അതുകൊണ്ട് തന്നെ ഇതിനെതിരെ കൃത്യമായിട്ടുള്ള എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഗ്ലോബൽ എഫേർട്ട് ഉണ്ടാവേണ്ടതായിട്ടുണ്ട് എന്നാണ് ഓഥർ ഹൈലൈറ്റ് ചെയ്യുന്നതായിട്ടുള്ളത്.
അടുത്തൊരു വാർത്ത ഡീലിമിറ്റേഷൻ പ്രോസസ്സുമായി ബന്ധപ്പെട്ടാണ്. ഡീലിമിറ്റേഷൻ പ്രോസസ്സുമായി ബന്ധപ്പെട്ട് സൗത്തേൺ സ്റ്റേറ്റ്സിന്റെ കൺസേൺസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇത് പ്രധാനമായിട്ടും BJPനെയാണ് ബെറ്റർ ആക്കുക. കാരണം നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളിൽ BJPക്കാണ് നിലവിൽ ഭരിക്കുന്ന റൂളിംഗ് പാർട്ടിക്കാണ് ഭൂരിപക്ഷം ഉള്ളത്. അപ്പോൾ നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളിലാണ് പോപ്പുലേഷൻ കൂടുതലായിട്ടുള്ളത്, സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളിൽ പോപ്പുലേഷൻ കുറവാണ്. സോ ഇത് BJPയുടെ താല്പര്യത്തിനനുസരിച്ച് അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകൾക്ക് അഡ്വാൻറ്റേജസ് ആയിട്ടുള്ള രീതിയിലായിരിക്കും ഡീലിമിറ്റേഷൻ നടക്കുന്നുണ്ടെങ്കിൽ നടക്കുക എന്നുള്ളൊരു കൺസേൺ ആണ് ഇവിടെ കാണിക്കുന്നതായിട്ടുള്ളത്. ഈ ഒരു കാര്യം നമ്മൾ പല പ്രാവശ്യം ഡിസ്കസ് ചെയ്തുകൊണ്ട് വീണ്ടും ആവർത്തിക്കുന്നില്ല. കൃത്യമായിട്ട് മനസ്സിലാക്കുക, കൃത്യമായിട്ട് റിവിഷൻ ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്.